ശിലാസനത്തിൽ ചെറിഞ്ഞ പാർശ്വത്തിൽ വെള്ളയൊട്ടി ചാഞ്ഞും പക്കിൽ കസോവിനും ഭൂവാടതല്ലകോപരി ഒരു വശത്താക്കിയും കല്ലൊടി മിന്നുന്ന കർമ്മപൂരമാർന്നും എന്തിനേറെ പറയണം. കഞ്ചവാണങ്ങളുടെ പട്ടം കെട്ടിയ പോലെ ഒരു മഞ്ജുളാങ്ങിയിരിക്കുന്നു അതിമോഹിനി. ഇതൊക്കെ സാഹിത്യ ഭംഗിയിൽ പറഞ്ഞാൽ എവിടെ ചെന്ന് നിൽക്കും? നാരായണ, ഞാൻ ദീർഘകാലം പിള്ളേരെ സാഹിത്യം പഠിപ്പിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് എൻ്റെ മനസ്സ് കടന്നു പോകും. പക്ഷെ ഇപ്പോൾ അത് പറയാൻ പറ്റുമോ? അങ്ങനെ അണിഞ്ഞൊരുങ്ങി ആണുങ്ങളെ ആകർഷിക്കത്തക്ക വിധത്തിൽ നിൽക്കുന്നതായ വാസ്തവതയ്ക്ക് പോലും തൻ്റെ വേഷം ഭാരമായി തോന്നിയെങ്കിൽ യഥാർത്ഥ അനുരാഗമുള്ള ഒരു പെണ്ണിന് അവൾ ഇഷ്ടപ്പെട്ട കാമിച്ച പുരുഷനെ കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ, കിട്ടാനിടയില്ല എന്നുള്ള ബോധം വരുമ്പോൾ അവിടെ വേഷവിധാനങ്ങളൊക്കെയും അവരെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ അവിടെ പറഞ്ഞത്. മെയ്യിൽ ചാർത്തും കളഭവും വിഷമായി തോന്നിയിടുന്നുമേ ഈ മാലയും സർപ്പമായും ൂതിരാവതുമായി. ലളിതമായ മലയാളമല്ലേ, വായിച്ചാൽ മനസ്സിലാക്കാൻ പല പ്രയാസമുണ്ടോ? മെയ്യിൽ ചാർത്തുന്ന കളഭം ചാർത്തുന്ന സുഗന്ധത്തിന് വേണ്ടിയിട്ടും തണുപ്പിന് വേണ്ടിയിട്ടുമാണ്. അത് വിഷമായി തോന്നുന്നു, തീർന്നില്ല. ആ ശശികല അണിഞ്ഞിരിക്കുന്ന മാലയാണെങ്കിൽ പാമ്പിനെ അണിഞ്ഞിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. എന്തിന്? ഹൃദയമായിരിക്കുന്ന ഈ നിലവുണ്ടല്ലോ, അത് തീയായി രൂപപ്പെടുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്ര സൗഭാഗ്യത്തിൻ്റെ നടുവിൽ കഴിഞ്ഞാലും നമ്മുടെ ആഗ്രഹങ്ങൾ ആശകൾ ഒക്കെ സാധ്യതമാകാതെ വന്നാൽ ഉണ്ടാകാവുന്ന വിഷമത്തെ പറ്റി പ്രതിപാദിക്കുകയാണ് എന്ന് മാത്രം. തടാകവും കുന്നുകളും പൂങ്കാവും മണിമേടയും രാവും പകലിങ്ങിയതും നൽകുന്നില്ല മനസ്സുഖം. താമ്പൂലവും മെത്തയും നെൽപ്പാട്ടും വാദ്യങ്ങളും സഖി കണ്ണിനോ കരളിനോമേ തൃപ്തി നൽകാതിരിക്കയാം. പോയാലോ നിർദ്ദയനവൻ വാഴുമാക്കാട്ടിലേക്കു ഞാൻ നാണം വിടുന്നില്ല കുലസ്ത്രീ ഞാൻ. അച്ഛൻ്റെ ചൊല്ലിലും സ്വയംവരം നടത്തുന്നില്ല അച്ഛൻ, എന്തിക ചെയ്യൂ ഞാൻ? കൊടുത്തിരുന്നെങ്കിൽ അവൻ നേകിയേനെ സുഖത്തെ ഞാൻ. പ്രതാപവാന്മാരായ 100 കണക്കുണ്ടെന്നെ പാർത്ഥിവർ മതിപ്പില്ലാതിലും രാജ്യാഹീനനീ ഭൂമിപൻ മതി. കരവും ബാല്യവും നാടും തുണയും നാസ്തി എങ്കിലും വാണാനവൾ കുൾക്കാമ്പിൽ കായ്കരുതെങ്കിലും സുദർശനൻ. അവൾക്കുമുണ്ട് വാഗ്മീയ ജഗത്താലുള്ള സിദ്ധികൾ. അവനോ ശ്രേഷ്ഠമാമന്ത്രം ധ്യാനപൂർവം ജപിക്കയാൽ പൂർണ്ണയായി വിശ്വമാതാവായി സർവസമ്പത് പ്രദാത്രിയായി അവ്യക്തിയാം വിഷ്ണുമായി തന്നെ കാണുകിനാവിലും സുദർശനൻ രാജപുത്രൻ എന്നറിഞ്ഞിട്ട് അവൻ ഉടൻ ശൃംഗവേരപുരാധീശൻ നിശാചൻ വന്നു നൽകിനാൻ സർവസാമഗ്രിയും 4 ഭയവും നൽപതാകയും ചേർന്ന ജൈത്യരഥം കാഴ്ച ദ്രവ്യങ്ങളോടും ഏകതാം പ്രീത്യ കൈക്കൊണ്ടു മിത്രത്വം കൊണ്ട് നൽകിയ കാഴ്ചകൾ കാട്ടുകായികനിയാൽ സത്കൽകരിച്ചു ഭൂവൻ നിശാചനന്നേവമാദിത്യം നൽകി വിട്ടൊരു വേളയിൽ പ്രീതി ചേർത്തുള്ള മുനിമാരൊത്തു ചേർന്നു കഥിക്കയായി. രാജപുത്ര, ഭവാൻ രാജ്യം നേടുന്നേത് വിധത്തിലും കുറച്ചുനാൾക്കുള്ളിൽ നൂനമയക്കം പ്രാഭവത്തിനാൽ നിങ്ങൾ പ്രസാദിച്ചു ദേവി. വരദാഹിനിയാം ശിവാം തുണയും വേണ്ട പോലുണ്ടാം വാഴ്ക നീ ചിന്തയെന്നിയേ. മനോരമയോടും ചൊന്നാൻ സംശയപ്രദം താമസം രാജാവായി തീർന്നിടുമിനി നിന്റെ പുത്രൻ സരസ്മിതേ. സത്യമാകട്ടെ ഈ ചൊന്നതോതിനാൽ രാജ്ഞി എൻ മകൻ നിങ്ങൾക്ക് ദാസൻ സത്സേവാ ഫലത്തിൽ ചിത്രമെത്തുവാൻ ഇല്ലല്ലോ. പടയും മന്ത്രിമാരും തുണയും അർത്ഥവും ഏത് യോഗത്തിനാൽ എൻ്റെ മകൻ രാജ്യാർഹനാകുമോ? രാജാവാം എൻ പുത്രനെന്ന് നിങ്ങൾ ആശീർവദിക്കയാൽ കരിപ്പുവിൽ ഇങ്ങി ശങ്ക. നിങ്ങൾ മന്ത്രജ്ഞനല്ലയോ? വ്യാസൻ പറഞ്ഞു. മേധാവിയാം അവൻ തേരുമേരിപ്പോടും ഒക്കെയും ഇടമൊക്കെയും സ്വതേജസ്സാത്തോന്നുമാർക്ക് അക്ഷോഭന നിരന്നതായി. ഇതൊക്കെ മന്ത്രബീജത്തിന്റെ മാഹാത്മ്യം തൻ മഹീപതേ. ഭക്തിപൂർവ്വം മന്ത്രബന്ധം ജപിക്കുന്ന സുദർശനൻ കാമരാജാഖ്യമീ മന്ത്രം ഗുരുശ്രേഷ്ഠങ്കലിന്നൊരാൾ നേടി ഭക്തിയാജപിച്ചീരിൽ പ്രാപിക്കും കാമമൊക്കെയും പ്രസാദിക്കുക ദേവി. നൽകാതെന്തുള്ളുവെങ്കിലും പ്രസാദിക്കുക ഈ ദേവി കോളാതരിവസിക്കുന്ന ദേവി. പ്രസാദിക്കുക ഈ ദേവി. നൽകാതെ എന്തുള്ളു മണ്ണിലും വിണ്ണിലും പ്രാപ്യമാം ഏതു വസ്തുവും
നോട്ടീസ് കണ്ടില്ലേ? അപതി കിം സ്മരണീയം സ്മരണീയം ചരണയുഗളമമ്പായ തത്സ്മരണീയം കിം ഗുരുദേ ബ്രഹ്മദീനാപീച കിം കരി ഗുരുദേ. ആ ബദ്ധത്തിൽ ആരെയാണ് സ്മരിക്കേണ്ടത്? ജഗദംബയാണ്. ജഗദംബയുടെ ആ സ്മരണം നമുക്ക് എന്തിനാണ് ചെയ്യുക? ബ്രഹ്മ വിഷ്ണു ശിവദേവാദികളെ പോലും നമ്മുടെ ദാസരാക്കി തരും. ആ കാര്യം പറയുകയാണ്. കാമരാജാഖ്യമി മന്ത്രം, ദേവിയുടെ ഒരു മന്ത്രത്തിന്റെ പേരാണ് കാമരാജ എന്ന് പറയുന്നത്. ബീജമന്ത്രം എന്ന് പറയും. ഈ ബീജമന്ത്രങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏതെങ്കിലും മന്ത്രം ഇത് ചൊല്ലിയാൽ നമുക്ക് ഗുണം വരും എന്ന് പറഞ്ഞ ചില മന്ത്രങ്ങളൊക്കെ ഉപദേശിക്കും. ഈ പണ്ടൊക്കെ നമ്മുടെ ഹിന്ദുക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി ആണെന്നല്ലേ ഇപ്പൊ പഠിക്കുന്നതല്ല. വാട്സാപ്പിനകത്ത് എന്തെന്ന് വാർത്തകളാ, ഒരേ പൊടിയേ നാരായണോ, അതങ്ങോട്ട് ജപിച്ചാൽ മതി, ഇതങ്ങോട്ട് ജപിച്ചാൽ മതി എന്ന് പറയും. മന്ത്രം ജപിച്ചാൽ ഫലം കിട്ടും, നാമം ജപിച്ചാൽ ഫലം കിട്ടും. പക്ഷേ എന്നോട് ക്ഷമിക്കണം, ഞാനൊരു സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് തോന്നരുത്, എല്ലാ മന്ത്രങ്ങളും എല്ലാവരും ജപിക്കരുത്. ഞാൻ ഈ ഒരു യജ്ഞശാലയിലും ഈ സൂക്തങ്ങളൊന്നും ചൊല്ലാറില്ല. എന്താ, ഞാനൊരു യോഗ്യനല്ലപ്പാ. പുരുഷ സൂക്തം, ഭാഗ്യ സൂക്തം, സ്ത്രീ സൂക്തം കേട്ടിട്ടില്ലേ? ഇതൊക്കെ സൂത്രരൂപത്തിൽ രചിക്കപ്പെട്ടവയാണ്. അവ സൂത്രമന്ത്രമാണ്. സൂത്രങ്ങളുടെ മേലിട്ട് പാടണ്ട. തക്കം നിൽക്കുവാൻ സൂത്രം പെട്ടെന്ന് മുതിക്കാൻ എന്നൊക്കെ പല കവിതകളുമുണ്ട്. അതൊക്കെ വിളിക്കട്ടെ. ഞാൻ പറയത് ഗായത്രി ചൊല്ലരുതെന്ന് ഞാൻ പറയുന്നത്. അതെന്താ അസൂയ കൊണ്ടാണല്ലോ? എനിക്ക് ഇതിനോട് അസൂയ തോന്നേണ്ട കാര്യമില്ല. നിന്റെ എന്ന് കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നാനാണ്. അതുകൊണ്ടല്ല, നീ നശിക്കാതിരിക്കാനാണ്. മൃത്യുഞ്ജയ ഹോമോടെ നടത്തും. ഞാൻ നിങ്ങളോട് അപ്പോഴും പറയും, നിങ്ങളാരും മൃത്യുഞ്ജയ ഹോമം ജപിക്കണ്ട. അതെന്താ? ജപിച്ചാൽ മൃത്യുഞ്ജയ ഹോമം ജപിച്ചാൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഏത് മന്ത്രം ജപിക്കുമ്പോഴും അത് മറ്റൊരാളിൽ നിന്ന് കേട്ടോ മറ്റൊരാൾ പറഞ്ഞിട്ടോ ജപിക്കണം. എങ്കിൽ അയാളുടെ തെറ്റിൻ്റെ പല അയാൾ അനുഭവിച്ചോളും. കൊച്ചങ്ങളില്ലാത്തതിൻ്റെ നാട്ടിലുണ്ടോ? കൊച്ചങ്ങളുണ്ടാകാൻ മന്ത്രമാണ്. എനിക്ക് 2 മക്കളുടെ ഡിഫറൻസിനെ കുറിച്ച് പറഞ്ഞല്ലോ. 16 വർഷത്തിന് ശേഷം ഒരു മകനുണ്ടായ മന്ത്രശക്തി കൊണ്ടാണ്. മനസ്സിലായോ? നാട്ടുകാർ വല്ലതൊക്കെ നേരെ പറയുമായിരിക്കും. അതോടെ ഇരിക്കട്ടെ. ആ മന്ത്രം ജപിച്ചാൽ കൊച്ചുങ്ങളുണ്ടാവും. പക്ഷേ ആ മന്ത്രം പുസ്തകത്തിൽ നോക്കി ജപിച്ചാണോ വരുമ്പോൾ എന്താണ്? ആ മന്ത്രം ജപിച്ചാൽ ഗർഭം അലസിപ്പോവും. കൊച്ചുണ്ടാവാൻ ജപിക്കുന്ന മന്ത്രം. അതുകൊണ്ട് മന്ത്രത്തെക്കുറിച്ച് ആദ്യം പഠിക്കണം. മന്ത്രത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ മന്ത്രവും എല്ലാവരും എല്ലാം പറയുകയില്ല. ഉദാഹരണമായിട്ട് എല്ലാവരും ഗായത്രി ഇരിക്കും. ഗായത്രി മന്ത്രത്തിൽ 24 അക്ഷരം വരണം, എന്നാലേ ഛന്ദസ്സൊക്കും. പക്ഷെ മന്ത്രത്തിൽ 23 അക്ഷരമേ ഉള്ളൂ. ഒരക്ഷരം എവിടെ? അത് ഗോപ്യമാണ്, രഹസ്യമാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണകുലത്തിൽപ്പെട്ട മക്കൾക്ക് അച്ഛന്മാർ, അവരുടെ പിതാവാണ് ശരിക്കും ഗായത്രി ഉപദേശിക്കുക. എന്നെല്ലാവരും മന്ത്രം പഠിക്കുകയാണ്. ഞങ്ങളെപ്പോലെ എവിടെയെങ്കിലുമൊക്കെ സന്താനം നടത്താൻ പോയി കഴിയുമ്പോൾ ഊണൂലൊക്കെ വാങ്ങിച്ച് കരുത്ത് വഴി തോല് വഴിയൊക്കെ ഇട്ടുകൊണ്ട് ഊണൂലൊക്കെ ഇടുന്ന ആൾക്കാർ സംശുദ്ധമായ ജീവിതം നയിക്കണം. കള്ളു കുടിച്ചും വീടി വലിച്ചും തെല്ലി വലിച്ചും മുറുക്കി തുപ്പിയും അല്ല മുറുക്കാക്കടയിലൊക്കെ പോയി ഒന്നും ഇടേണ്ട സാധനമല്ല. അത് ഉപവീതമാണ്. മനസ്സിലായോ? ബ്രഹ്മസൂത്രമാണ്. അതൊക്കെ അറിയാമോ? അറിയാതെ നാട്ടുകാരെ കൊതിപ്പിക്കാൻ പൊളിയുന്നുണ്ട്, കൂണൂലിട്ടുകൊണ്ട് ആരെയും പറ്റിക്കുന്ന ആൾക്കാരാണല്ലോ ഈ ഫീൽഡില് അധികവും. അങ്ങനെയുള്ളവർ പറയാൻ വീടിനോട് ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ഈശ്വരനെ സമ്മാനമാടിയ മാങ്കുളം കൃഷ്ണൻ നമ്പൂതിരിയുടെ ശിഷ്യനാണ്. പ്രചാരണത്തിന് വേണ്ടിയിട്ടല്ല. 55 കൊല്ലം പുല്ലോടന്റെ ശാസ്താവിനെ പൂജിച്ചേണ്ട മഹാ വ്യക്തിത്വം. അദ്ദേഹത്തിന് ഉപദേശം ഉണ്ടായിരിക്കും 40-ാം വയസ്സിൽ സർക്കാർ ജീവൻ കിട്ടിയത്. അദ്ദേഹം പറഞ്ഞതുപോലെ ജീവിച്ചിട്ടാണ്. ആ അനുഭവ സമ്പത്തുണ്ടായിരിക്കും. ഞാൻ ഒരാൾ ദോഷം വരാൻ എന്തെല്ലാം പറയുമോ? ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് മൃത്യുഞ്ജയ മന്ത്രം ജപിക്കണം നിർബന്ധം. ഓം ത്രയംബകം യജാമഹേ സുഗന്ധി പുഷ്ടിവർദ്ധനം പൂർവാരം എന്നൊക്കെ നിങ്ങൾ പുസ്തകത്തിൽ നോക്കി കാണുന്ന പോലെ അല്ല ചൊല്ലേണ്ടത്. അല്ല. ഗായത്രി ജപിക്കുന്നു. ഓം ഭൂർഭുവസ്വ എന്നൊക്കെ പറയും. അങ്ങനെയാണ് ജപിക്കേണ്ടത്. ഒരു സാമ്പിള് വേണമെന്ന് കാണിച്ചാൽ എങ്ങനെയാണ്? പുരുഷ സൂക്തം. പുരുഷ സൂക്തം പുസ്തകത്തിൽ നോക്കി ആർക്കാ കിട്ടാത്തത്? ഭാഗ്യസൂക്തം ഓം കേട്ടിട്ടുണ്ട്. ആ സ്റ്റൈല് തന്നെ പുരുഷ സൂക്തം. ഓം സഹസ്ര ശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ സഭൂമി മൃത്വതോ മൃത്വ അത്യധിഷ്ഠ ദശാങ്കുലം. ഇതാ മന്ത്രം. അങ്ങനെ ജപിച്ചാൽ മന്ത്രമാകുമോ? നിങ്ങൾ കൊച്ചിനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ പറഞ്ഞാൽ നിങ്ങൾ തൊട്ടിലിട്ട് കൊച്ചിനെ താരാട്ട് പാടും. താരാട്ട് പാടി കുഞ്ഞിന് ഇപ്പോൾ താരാട്ട് ഒന്നുമില്ല, വേറെ ആട്ടുണ്ടെങ്കിലേ ഉള്ളൂ നാരായണ. എങ്കിലും അങ്ങനെ താരാട്ട് പാടുമ്പോൾ പഴയ അമ്മമാരൊക്കെ ന്യൂജൻ ചുരിദാർ അമ്മമാരല്ല പാടുമ്പോൾ പാട്ടൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ കൊച്ചിനിട്ടുണ്ട് കോമളത്തിൽ കിട്ടുകാവും, അല്ല കോമളത്താമര പോകും. കോവിൽ തന്നെ മതിയോ അല്ലെങ്കിൽ കോവിലത്ത് തന്നെ നെല്ലാവും. കഥകൾ കൊഞ്ചം പടിയോ പച്ചപ്പം പാടും പോയില്ലോ. താരാട്ട് പാട്ടല്ലേ? താരാട്ട് പാട്ടിന് സാഹിത്യം ലിറിക്സ് അതാണ് പറഞ്ഞത്. ഇതാണ് കോമളത്തിൽ കിട്ടുകാവും, അല്ല കോമളത്താമര പോകുക.
ഗോവിന്ദറങ്ങമതും പരിപൂർണ്ണ തരുന്നില്ലാവും ഹോമനത്തിനൊക്കെ ഉണ്ടാവും. നമ്മുടെ ഇളയരാജയൊക്കെ സിനിമയില്ല ഹോമനത്തിനൊക്കെ ഉണ്ടാവും. ഉറങ്ങി കിടക്കുന്ന കൊച്ചടിക്ക് ഓടത്തില്ലേ? അപ്പൊ അതിനൊരു വൃദ്ധമുണ്ട്. ഓമനത്തിങ്കൾ കിടാവോ നല്ല കോമല താമര പൂവോ പൂവിൽ നിറഞ്ഞ മധു പരിപൂർണ്ണേന്ദു തന്നെ നിലാവോ. അമ്മയുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. അമ്മയെ BA സംഗീതം പഠിച്ച് നടന്നതല്ല, തൊട്ടിലിട്ടുകൊണ്ട് തത്തകൾ കൊഞ്ചും മൊഴിയോ പാടും കുയിലോ എന്നിട്ട് അങ്ങനെ അമ്മ അതിലങ്ങനെ ലയിച്ച് വരുമ്പോൾ ആ കുഞ്ഞ് സ്വാഭാവികമായിട്ട് ഉറങ്ങുന്ന കാണുന്നില്ലേ? ദിസ് ഈസ് ദ പവർ ഓഫ് മന്ത്ര. മന്ത്രത്തിന് ശക്തിയുണ്ട്. വിവേകാനന്ദന്റെ ഒരു പുസ്തകത്തിന്റെ പേരാണ് പവർ ഓഫ് മന്ത്ര. ഞാൻ പറഞ്ഞത്, കുഞ്ഞിനെ താരാട്ട് പാടി ഉറക്കണമെങ്കിൽ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് ഹൃദയ ദ്രവീകരണ ഭാഷയിൽ ആ താരാട്ട് പാട്ട് മുന്നോട്ട് വന്നാലേ കുഞ്ഞ് ഉറങ്ങും. അല്ലാതെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓമനത്തിലാവോ എന്ന് ചൊല്ലിയാൽ കുഞ്ഞ് ഉറങ്ങില്ല. ഇതുപോലെ ഓം എന്ന് ഞാൻ ചൊല്ലിയത് ശരിയല്ല. എങ്കിലും ഗുരുനാഥൻ ഏകദേശ സ്റ്റൈല് പറഞ്ഞതാണ്. അതിന് സ്വരിച്ചു ചൊല്ലുക എന്ന് പറയും. ഇങ്ങനെ സ്വരിച്ചു ചൊല്ലുന്ന മന്ത്രം തോന്നിവാസം ചൊല്ലിയാൽ നശിച്ചു പോകുമെന്നതിന് തെളിവ് ഭാവം ഈ ഭാവത്തിലുണ്ട്, മറ്റേ ഭാവത്തിലുണ്ട്. വൃത്രാസുരന്റെ കഥ കേട്ടിട്ടുണ്ടോ? വൃത്രാസുരൻ വേണമെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ ഇതാണ് ഞാൻ വായിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഞാൻ വായിക്കാൻ എടുത്തു പോയപ്പോൾ എനിക്ക് ആ വായിക്കുന്ന സന്ദർഭത്തിൻ്റെ കഥകളിലേക്ക് അറിയാതെ പോയിപ്പോയി. എങ്കിലും നിങ്ങൾ തെറ്റായ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുള്ളതല്ലാത്ത കടുകട്ടിയുള്ള മന്ത്രങ്ങൾ ചൊല്ലാതിരിക്കണം എന്ന് ഞായറാഴ്ച കൂടിയാണല്ലോ അത് പറയാൻ തോന്നുന്നു. പണ്ട് നമ്മൾ ദേവേന്ദ്രനാണ് അത്ര ശരി കൂടിയല്ലെന്ന് എല്ലാവർക്കും അറിയാം. ദേവേന്ദ്രൻ അറിയത്തില്ലേ? നമ്മൾ ദേവലോകത്തെ ദേവേന്ദ്രൻ അറിയത്തില്ലൊന്നും ആരും അറിയാത്തത്. ദേവന്മാരുടെ നാഥന ഭയങ്കര പ്രിവിലേജാണ്. അപ്പം മുഖ്യമന്ത്രി എന്ന് പറയുന്നവല്ല, മറ്റ് മന്ത്രിമാർ 19-20 ഒക്കെ ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിക്ക് കിട്ടുന്ന പ്രിവിലേജ് വേറെ ആർക്കും കിട്ടില്ലല്ലോ. അതുപോലെ ദേവന്മാരുടെ നാഥനാണ് ദേവേന്ദ്രൻ. ആളത്ര ശരി കൂടിയെന്ന് വേണം. ആളാകപ്പാടെ ലൈഫ് അങ്ങ് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അങ്ങേർക്ക് ലോകത്ത് ഒറ്റ വ്യക്തിയുടെ വിശ്വാസം. ഭൂമിയിലാണെങ്കിൽ നല്ല കർമ്മങ്ങൾ വ്യാപരിച്ചാലുടനെ അങ്ങേരുടെ വിചാരം എന്താണ്? എൻ്റെ സാധനം പോകുമെന്നാണ്. കുഴപ്പമല്ല, അതുകൊണ്ടല്ല. ഇപ്പം നിങ്ങളാരെങ്കിലും ഒരാളത്തെ കോളം തമ്മിൽ താമസം ചെയ്യുകയാണ്. താമസം സ്ഥിരപ്പെട്ട് വരുമ്പോൾ ആ ദേവത പ്രത്യക്ഷപ്പെടുമല്ലോ. പ്രത്യക്ഷപ്പെടുമ്പോൾ എന്ത് വേനോടി വേണ്ടി ചോദിച്ചാൽ എനിക്ക് എന്തെല്ലാണെന്ന് പറഞ്ഞാൽ പോകുന്ന സാധനം അങ്ങനെ ചെയ്യോ. അതുകൊണ്ടാണ് അങ്ങനെ ആകെപ്പാടെ വികൃതി കാണിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ തടസ്സം ഉണ്ടാക്കുന്ന ആൾക്കാരെ പിന്തിരിപ്പിക്കുക സ്വാഭാവികമാണ്. അങ്ങനെയിരിക്കെ ഇദ്ദേഹം കുറേ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് പിണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ കുറേ ഇഷ്ടപ്പെട്ട പെണ്ണുങ്ങൾ. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കഥാപാത്രങ്ങൾ പലരും നമ്മുടെ പത്രവാർത്തകളൊക്കെ കടന്നു വന്നിട്ടില്ലേ? എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് നിങ്ങൾ നിർമ്മിച്ചാൽ മാത്രം മതി. അതുപോലെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ഇടയ്ക്ക് നിന്നുകൊണ്ട് വീരവാദം പഠിക്കുന്ന കൂട്ടത്തിൽ ആ ഗുരു അങ്ങോട്ട് ചെന്നു. ദേവഗുരു ചെന്നിട്ട് പെണ്ണുങ്ങളെ ഗുണോടത്ത് സങ്കല്പിച്ചിരിക്കുന്ന വ്യക്തി ഗുരു പിന്നെ എന്താണ് ഗുരു കണ്ടില്ല. ആളുകളുടെ വെച്ച് ഗുരുവിനെ ആദരിക്കേണ്ട സംസ്കാരമില്ലായ്മ ദേവേന്ദ്രൻ കാണിച്ചപ്പോൾ കാരണം ഗുരുവിനായ ദേഷ്യം വന്നു. അത് എന്ത് ചെയ്തു? ശമിക്കാനും ഒന്നെന്നില്ല, ദേവലോകം വിട്ടുപോയി. നമ്മുടെ ദേവലോകത്ത് ഇപ്പോൾ ഗുരുവില്ല. ഗുരുവിൻ്റെ അഭാവമുണ്ടല്ല. ഓ ബംഗാളികളോട് ഇംഗ്ലീഷ് പറഞ്ഞാലും പോകത്തില്ല. ഗുരുക്ക അഭാവത്തെ ബംഗാളി വരെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളോട് ഇന്ത്യ പറയുന്ന കാലഘട്ടമായിരിക്കുന്നു. ഹരഹരോ ഹരഹര. അപ്പോൾ ഗുരുവില്ലാതെ ദേവലോകം മുന്നോട്ട് പോവില്ല. ദേവേന്ദ്രൻ ആകെ വിഷമിച്ചു. ഓടിച്ചെന്ന് ബ്രഹ്മദേവനോട് പറഞ്ഞു, ബ്രഹ്മദേവ ഗുരുവില്ല. നിന്റെ സ്വഭാവത്തിൽ ഏത് ഗുരുവാണ് അവിടെ നിൽക്കുന്നത്? അതിനിപ്പോൾ ഞാനെന്താ വേണം? ഗുരുവില്ലെങ്കിൽ സ്വർഗലോകത്തിലെ പ്രോട്ടോകോളൊക്കെ തെറ്റും. അതുകൊണ്ട് ഒരു ഗുരുവിനെ തരണം. ദേവന്മാരുടെ കൂട്ടം നിർദ്ദേശിച്ചുകൂടാ ഒരു ഗുരുവിനെ എടുക്കാൻ ഇല്ല. ഒരു കാര്യം ചെയ്യും. ഭൂമിയിൽ തൊഷ്ടാവ് എന്ന് പറഞ്ഞൊരു ക്യാമ്പിനുണ്ട്. പേര് കേട്ടോ? ശ്രദ്ധിച്ചിരിക്കണം. ഇത് കഥ പറയുന്നത് എന്തിനു വേണ്ടി? ആ കാര്യത്തിൽ എനിക്ക് വെറുതെ കഥ പറയാനും ഇഷ്ടമേയില്ല. തൊഷ്ടാവ് അങ്ങനെയൊക്കെ ചെന്നിട്ട് ഞാൻ പറഞ്ഞത് പറ നോക്ക് ഗുരുവായിട്ട് വരണമെന്ന്. എൻ്റെ സിറ് കൂടി വന്നു. തൊഷ്ടാവ് അഭിയോഗ്യനായിരിക്കുന്ന ഒരു ഋഷിയാണ്. അവിടെ വന്നിട്ട് പറഞ്ഞു, മഹാത്മൻ ഞാൻ അങ്ങേ ഗുരുവായി സ്വീകരിക്കേണ്ടതായി അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ്. തൊഷ്ടാവ് ആരാകുവാൻ
ഇന്ദ്രൻ്റെ സകല സ്വഭാവം അറിയാം. അതുകൊണ്ട് ത്വഷ്ടാവ് പറഞ്ഞു, ഈ ഇന്ദ്ര മഹാത്മാ, എനിക്ക് ഇപ്പം ശരി സുഖമില്ല, BP, ഷുഗർ, കൊളസ്ട്രോൾ. കാരണം എല്ലാം ഡോക്ടർ പറഞ്ഞു ഇവിടെ എന്തോ ഒരു ബ്ലോക്കുണ്ടോ എന്നൊരു സംശയം. അതുകൊണ്ട് ഞാൻ ഒത്താറ് ചികിത്സയ്ക്കൊക്കെ ഇരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറ്റത്തില്ല. ഇങ്ങനെ ചില ആൾക്കാർ സൗന്ദര്യപൂർവ്വം ഒഴിവും. ഒരു പ്രശ്നം ഉണ്ടായിട്ടല്ല ത്വഷ്ടാവ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞെന്നല്ല, ഞാൻ ഒഴിവ് പറഞ്ഞു സൂചിപ്പിക്കാൻ പറഞ്ഞതാണ്. അതായത് ഇന്ദ്രൻ്റെ അഭ്യർത്ഥന സ്വീകരിച്ചില്ല, ഇന്ദ്രനെ എന്ന് പറഞ്ഞു വിട്ടു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്നാൽ ഈ ത്വഷ്ടാവ് അതിൻ്റെ താഴെ തുവ, അതാണ് ത്വഷ്ടാവ്. വാക്കുകൾ അക്ഷരങ്ങളൊക്കെ അറിയാമോ? അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ത്വഷ്ടാവ്. മനസ്സിലായോ? ഇപ്പം ആർക്കും എല്ലാ അക്ഷരങ്ങളൊന്നും വേണ്ട. ഇനി ഒന്നുകൂടെ പറയാമല്ലോ. മലയാളത്തിൽ അക്ഷരം എത്ര എണ്ണം അറിയുന്നവരാരുണ്ട്? ഇയാൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊക്കെ വന്ന് ഇങ്ങനെ ചില കൊലച്ചിത് താനെല്ലാം തികഞ്ഞവനാണ്. അല്ല അല്ല, എല്ലാ അക്ഷരം അറിയാമെങ്കിൽ കൂട്ടത്തിൽ രണ്ടാമത് എനിക്ക് വിശ്വാസമില്ല. അടക്കം ആർക്കും ഈ ജോലി ഏറ്റെടുക്കാം. മലയാള ഭാഷയിൽ അക്ഷരങ്ങളൊക്കെ കൃത്യമായി പറയാൻ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സമ്മാനവും തരാനില്ല, അവരെ അഭിനന്ദിക്കാത്രേ ഉള്ളൂ. ഉറപ്പുണ്ട്. ഞാൻ നിങ്ങളോട് സമ്മാനം ചോദിക്കുന്നില്ല, അറിയില്ല. അക്ഷരം അറിയുന്നവരാരുമില്ല. അക്ഷരം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് അക്ഷരം കൃത്യമായി പറയുന്ന പോലെ മലയാള അക്ഷരം കൃത്യമായി എത്ര ഉണ്ട് പറയുന്ന അറിയുന്നവരും കുറവാണ്. പിന്നെ പലരും പറയുന്നത് കൂട്ടത്തിൽ അക്ഷരം ഒക്കും. നമ്മുടെ ഉത്സവം സർക്കസ് പറമ്പിലെ പട്ടിയെ കൊണ്ട് അക്ഷരം പഠിപ്പിക്കുമല്ലോ. പക്ഷെ അക്ഷരം പഠിച്ച പട്ടിയെ പറ്റി ഇതിലെ ആ പട്ടിക്ക് ഇച്ചിരി ഇതാ അക്ഷരം എണ്ണാൻ അറിയാത്ത പട്ടി ഞങ്ങളോടൊപ്പം ഉണ്ട്. ഈ 1 മുതൽ 9 വരെയുള്ള സംഖ്യ ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും സംഖ്യ പറയും, ആ സംഖ്യ പ്രകാരം പട്ടി ആ സംഖ്യ ഇവിടെ കാണിക്കും. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാരില്ലയോ, അവരൊക്കെ 9 വരെ ഏതെങ്കിലും പറയുമ്പോൾ ആ ശരി 8 8. അപ്പം തർക്കസാരം പറയും 8 8 8 പട്ടി എല്ലി തൊട്ടെടുക്കേണ്ടി വരും. ഇനി ഒരു സംഖ്യയുടെ പറയും, ഒരാൾ പറയും 5. അപ്പോൾ പലരും 1 2 3 4 5 6 7 8 9 പറഞ്ഞതാണ്. അതിനകത്ത് 5 പറഞ്ഞു. 5 8 രൂപ കൊണ്ടുവരും. പട്ടിയെ 8 5 കൊടുക്കാൻ മാത്രമേ പഠിപ്പിച്ച് വെച്ചിട്ടുള്ളൂ. മനസ്സിലായോ? അത് 8 കൊടുക്കും 5 കൊടുക്കും. അപ്പോൾ നമ്മൾ അക്ഷരം പഠിച്ച പക്ഷിയുടെ ഒരു ന്യായമുണ്ട്. ന്യായം എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മൾ സാധാരണ ന്യായം പറയുന്നവരാണ്. എന്നാലും ഗുണാക്ഷരം ഒരു ന്യായമാണ്. അയ്യോ നാരായണോ കേട്ടിട്ടുണ്ടോ? ഗുണാക്ഷരം, അതായത് ഒരു പുഴു മണ്ണിൽ കിടന്ന് എഴുതി വരുമ്പോൾ അക്ഷരമാവും. സ്വാഭാവികമായി സംഭവിച്ചതാണത്. അത് അക്ഷരം കൊച്ചാട്ടോ ഇങ്ങോട്ട് വന്ന് അക്ഷരം എഴുതാനറിയാവുന്ന പുഴു ഏതാ? അത് എഴുന്നപ്പോൾ അറിയാതെ അങ്ങനെ അക്ഷരമായി പോയതാ. അങ്ങനെ അക്ഷരം കുഹിച്ചിട്ടൊന്നും അറിയാവുന്നതല്ല. ഇതുപോലെ ഗുണാക്ഷര ന്യായത്തിലൂടെ ജീവിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മൾ. ഇവിടെ ത്വഷ്ടാവ് എന്ന് പറയുന്ന വാക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഇത്രയും ഞാൻ പറഞ്ഞത്. ത്വഷ്ടാവിൻ്റെ മകൻ വിശ്വരൂപൻ എന്ന് പറയുന്നതായ അതിയോഗ്യന അച്ഛനേക്കാൾ കേവനായിരിക്കുന്നതിൻ്റെ മകനുണ്ട്. അദ്ദേഹത്തിന് 3 തലയുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് സമഭാവന എന്ന് കാണിക്കാനാണ്. മനുഷ്യന്, അസുരന്, ദേവന്, ഇങ്ങനെ 3 ഗുണങ്ങളുണ്ടല്ലോ. സത്വം, രജസ്, തമസ്. ഈ 3 ഗുണങ്ങളെയും ഒരുപോലെ വഹിക്കുന്ന ആളെന്നുള്ള അർത്ഥമാണ് ഈ 3 തല. അല്ലാതെ 3 നിലനിരിക്കുന്ന തലയെന്നല്ല. രാവണന് 10 തലയുണ്ടെന്ന് കണ്ടാൽ നമ്മുടെ വിചാരം 10 തല നിലനിരിക്കുന്ന നാണം അല്ല. 10 തലയുടെ ബുദ്ധിശക്തി ഉണ്ടെന്നാണ്. 20 കരങ്ങളുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 20 കരങ്ങളുടെ കർമ്മശേഷി ഉണ്ടെന്നാണ്. ഈ 10 തലയും 20 കൈകളുള്ള രാവണന് 2 കാലേ ഉള്ളൂ എന്നത് മറക്കുകയും അരുത്. ഇത് ഈ വിഷയം ഏതാണ്? വേദാന്തത്തിലേക്ക് പോകുന്നില്ല. ആരുടെ കാര്യം ഞാൻ പറഞ്ഞത്? അച്ഛൻ്റെ പേരെന്താണ്? ത്വഷ്ടാവ്. അതിൻ്റെ പേരെന്താണ്? കഥ പറയണം, ഞാൻ ചിന്തിക്കണ്ടേ? ബാക്കി ശ്രദ്ധിക്കപ്പെട്ടതൊക്കെ പറയാൻ പറ്റുമോ? അതിൻ്റെ പേരെന്താണ്? വിശ്വരൂപൻ. വിശ്വരൂപനോട് നമ്മുടെ ഇന്ദ്രൻ ചിന്തിച്ച് പറഞ്ഞു, സ്വാമി അങ്ങ് ദേവലോകത്ത് ഗുരുവില്ല. ദേവലോകത്ത് ഗുരുവിൻ്റെ സ്ഥാനം അങ്ങ് ഏൽക്കണോ? ചെറുപ്പക്കാരനല്ലേ, അപ്പോൾ ഹാപ്പിയായി. ത്വഷ്ടാവ് ചില പ്രായമുള്ള ആളാണ്, പക്കത്തുള്ള ഒരാളാണ്. കാരണം ഞാൻ പറയുന്നത് ദേവലോകത്ത് ഗുരുവാകുന്ന പറഞ്ഞാൽ മോശം കാര്യമൊന്നും അല്ലല്ലോ. ഈ വിശ്വരൂപൻ ഹാപ്പിയായി ദേവലോകത്ത് ചെന്നു. ചെന്ന വാക്കിന് തൻ്റെ കഴിവുകൾ കാണിച്ചു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അത് ഒരു മഹത്തായ മന്ത്രയന്ത്രം നിർമ്മിച്ചു. അതാണ് നാരായണ കവചം. പ്രസിദ്ധമാണ് നാരായണ കവചം. പുസ്തകം തന്നെ വായിക്കാൻ പറ്റും. ആ നാരായണ കവചം കൊണ്ട് ഇന്ദ്രൻ്റെ ലൈഫ് സെക്യൂറാക്കി, ജീവിതം സുരക്ഷിതപ്പെടുത്തി. ഇനിയിപ്പോൾ ദൈവത്തിനെ ഒന്നും ബാധിക്കും. നമ്മുടെ ഏലസൊക്കെ കെട്ടുക, സ്വദർശന ഏലസ, മറ്റേ ഏലസ, മറ്റേ ഏലസ എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ വീടിന് മറ്റ് ആപത്തുകളൊന്നുമില്ലാതെ നോക്കാനുള്ള ഒരു മഹത്തായ മന്ത്രമാണ് നാരായണ കവചം. എപ്പോഴുണ്ടത് ആ നാരായണ കവചം ഉണ്ടാക്കി കൊടുത്തു. ഈ ഇന്ദ്രനെ മാത്രമല്ല, ഇന്ദ്രൻ്റെ ആനയുണ്ട്, ഇന്ദ്രൻ്റെ വാഹനം ഐരാവതം, അതിനെയും സുരക്ഷിതപ്പെടുത്തി. ഇന്ദ്രൻ ഹാപ്പിയായി. അങ്ങനെയൊക്കെ ഇന്ദ്രൻ എല്ലാവരും സൗഭാഗ്യങ്ങൾ കൊണ്ട് നടക്കും.
വിശ്വരൂപൻ തന്നെ കർമ്മം കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് ഹോമാചരണം പറ്റി ഹോമത്തിൽ നിന്ന് ലഭിക്കുന്നതായ ഹവിസ് എന്ന് പറയും. ആ ഹവിസ് ഈ വിശ്വരൂപൻ എന്ത് ചെയ്യുന്നറിയാമോ? അത് ദേവന്മാർക്കും കൊടുക്കും, മനുഷ്യന്മാർക്കും കൊടുക്കും, അസുരന്മാർക്കും കൊടുക്കും. ഇതിലേക്ക് കണ്ടോടെ വന്നു ദേവേന്ദ്രൻ. എന്താ? എന്റെ രാജ്യത്ത് എന്റെ ഗുരുവായി വർത്തിക്കുന്ന വിഷ്ണുവൻ എനിക്ക് ശ്രേയസ് ഉണ്ടാകാൻ വേണ്ടി ചെയ്യുന്ന ഹോമത്തിന്റെ ഫലം അസുരന്മാർക്കും മനുഷ്യന്മാർക്കും കൊടുക്കുകയോ എന്ന് ദേഷ്യം വന്നിട്ട് വിഷ്ണുവനെ കൊന്നു. ഇത് പണ്ടേ വിഷ്ണുവന്റെ അച്ഛൻ അറിയാമെങ്കിൽ ഇതിന്റെ ശരിയല്ലെന്ന്. തന്റെ മകനെ കൊന്ന ഇന്ദ്രനോട് പക വന്നു തഷ്ടാവിന്. അതേ ഒരു വലിയ ഹോമം തുടങ്ങി ചുരുക്കി പറഞ്ഞാൽ. എന്താ ഹോമം?